കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് മൂലം റോഡുകൾ തകരുന്നതും ജനങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയരുന്നതുമൊക്കെ സംസ്ഥാനത്തെ സ്ഥിരം കാഴ്ചയാണ്. വർഷങ്ങൾ പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകളിലെ ചോർച്ചയടയ്ക്കാൻ വാട്ടർ അതോറിറ്റി നിരന്തരമായി റോഡ് പൊളിക്കുന്നത് മൂലം ദുരിതം പേറുകയാണ് മലപ്പുറം കോണാമ്പാറ നിവാസികൾ. 3 വർഷം മുമ്പ് പണികഴിപ്പിച്ച റോഡാണ് പൈപ്പ് നന്നാക്കാനെന്ന പേരിൽ വീണ്ടും കുത്തിപ്പൊളിക്കുന്നത്. പൈപ്പുകൾ സ്ഥാപിക്കാനും പൈപ്പുകൾ നന്നാക്കുന്നതിനുമായി റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായതാണ്. ഇത്തരം കുഴികളിൽ വീണ് മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവുന്നില്ല. മലപ്പുറം കോണാമ്പാറ മുതൽ കാരാത്തോട് വരെ 6 കിലോമീറ്റർ ദൂരമാണ് ഈ റോഡ്. റോഡിനടിയിൽ 2.5 കിലോമീറ്റർ നീളത്തിലാണ് പൈപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. അണ്ടിക്കാട് നിന്നുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് പെരുമ്പറമ്പ് വരെയാണ് കുടിവെള്ള വിതരണം. കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഓർമ്മ വരുന്നതിന് മുമ്പ് ഇതിലിട്ട പൈപ്പ് ലൈനാണ് ഇപ്പോൾ ഈ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 40 വർഷത്തിൻ്റെ അടുത്തെങ്കിലും പഴക്കമുള്ള പൈപ്പിലാണ് പാച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ വാട്ടർ അതോറിറ്റി ഈ ലൈന് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം കിടക്കുന്നത്. അന്ന് ഇട്ട അന്നത്തെ റോഡല്ല എന്നുള്ളത്. റോഡ് വീതി കൂടി വാഹനങ്ങൾ പൈപ്പിൻ്റെ മേലെയാണ് കയറി പോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പൊട്ടലാണ്. റോഡിനടിയിൽ സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾക്ക് വർഷങ്ങൾ പഴക്കമുണ്ട്. പൈപ്പുകൾ പലതും കാലപ്പഴക്കം മൂലം ദ്രവിച്ചു തുടങ്ങി. പൊട്ടിയ ഭാഗത്തൂടെ വെള്ളം റോഡിലേക്ക് എത്തിയാൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ വന്ന് കുഴിയെടുക്കും. ഇതോടെ യാത്ര ദുസ്സഹമാകും. പഴയ കാലത്തെ മാതിരില്ല, ഇപ്പോൾ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. ഇൻറ്റർസിറ്റി ഒക്കെ മേലാണ്. പക്ഷെ ഒരിടത്ത് ശരിയാക്കുമ്പോൾ മറ്റൊരിടത്ത് പൊട്ടുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് പൈപ്പ് മാറ്റലേ നിർവാഹമുള്ളൂ. കാരണം ഇപ്പോൾ ചിലയിടത്തൊക്കെ പൈപ്പ് റോഡിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പോയിക്കൊണ്ട്, പഴയ കാലത്തെ പൈപ്പല്ലേ. അപ്പം ഞാൻ സൈഡിൽ കൂടി എടുത്ത് ശരിയാക്കണം, എന്നാലേ ഇപ്പോൾ ക്ലിയറായി മാറുള്ളൂ. റോഡിനടിയിൽ നിന്ന് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയോ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാട്ടർ അതോറിറ്റിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമാണ് ഈ വാഴ. ഒരു നല്ല റോഡിനെ എങ്ങനെ അധികാരികളുടെ കെടുകാര്യസ്ഥത മൂലം യാത്രായോഗ്യമല്ലാതാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. ക്യാമറാമാൻ അർഷക്കിനൊപ്പം അരുൺ പാറക്കൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. വർഷങ്ങൾ പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകൾ കാരണം വെള്ളവും റോഡും ഒരേ സമയം മുടങ്ങുന്ന അവസ്ഥയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണാം പ്രതികരണം. 40 വർഷത്തോളമായി പെരുമ്പറമ്പ് ടാങ്കിൽ നിന്നും ചില പൈപ്പ് ലൈൻ കയറിയിട്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വണ്ടികൾ പോയി ടോറസ് മറ്റുള്ള വണ്ടിയും കേട് ദിവസം ഒരു 2-3 സ്ഥലത്ത് റോഡ് പൊട്ടി വെള്ളവും ഗതാഗതം തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സിനും സ്കൂൾ വാഹനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അധികൃതർ ഏറ്റവും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് പൈപ്പ് ലൈൻ മാറ്റി പുനഃസ്ഥാപിക്കണമെന്ന് കോണാമ്പാറ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ പേരിൽ ആവശ്യപ്പെടുകയാണ്. 8-9 സ്ഥലത്താണ് ഇതുപോലെ കുഴികളുള്ളത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്ത് ഇതുപോലെ ഒരു വാഹനം പിന്നിലിടിച്ച് അവനതിന് വീണ് 6 സ്റ്റിച്ചാണ് അവന് താടിൻ്റെ എല്ല് പൊട്ടിയിട്ട് നിലവിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് ഇവിടുത്തെ നാട്ടുകാർക്കും ഡ്രൈവേഴ്സ് യൂണിയനും അറിയിക്കാനുള്ളത്. ഈ പ്രശ്നം കാണാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളോളമായി. പക്ഷെ ഇതിൻ്റെ ഇതുമായിട്ട് ഞാൻ വാട്ടർ അതോറിറ്റിനെ സമീപിച്ചു. വരാം, ചെയ്യാൻ നോക്കാം, വേറെ പ്രശ്നമല്ല. അതേമാതിരി ഇത് MLA റോഡാണ്. MLAയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന് MLA പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ പഴയ ഏകദേശം 46-47 കൊല്ലമായ പഴക്കമുള്ള പൈപ്പുകളാണ്. അത് എങ്ങനെ മാറ്റുന്നൊരു ശാശ്വതമല്ല എന്നാണ് വാട്ടർ അതോറിറ്റി പറഞ്ഞത്. ആരോട് ചെന്നാലും ആരോട് പറഞ്ഞാലും അവർ ചെയ്യാൻ നോക്കാന്നല്ലാതെ വേറെ മറുപടി ഒന്നും ഇതിന് കിട്ടുന്നില്ല.